السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الله سبحانه وتعالى ഈ വെള്ളിയാഴ്ചയിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിഭാഗത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ. വെള്ളിയാഴ്ച എന്നത് ഇലാഹിയായ ഒരു സമ്മാനമാണ്. പടച്ചോൻ നൽകുന്ന സമ്മാനത്തെ അവഗണിക്കുക എന്നത് പരാജയത്തിൻ്റെയും ഭാഗ്യക്കേടിൻ്റെയും വാതിൽ തുറക്കലാണ്. അതുകൊണ്ട് പ്രഥമമായും പ്രധാനമായും വെള്ളിയാഴ്ചയിൽ ഓർക്കാനുള്ളത് അള്ളാഹുവിൻ്റെ സമ്മാനത്തെ തിരിച്ചറിഞ്ഞ് അത് യഥാസ്ഥാനത്ത് നിർവഹിക്കുക എന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം ഈ ഗ്രാമത്തിൽ ആദ്യമായി പള്ളിയിലെത്തേണ്ട ആള് എന്നൊരു നിയ്യത്ത് വെക്കുക എന്നതാണ്. അഥവാ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സാഹചര്യം കൊണ്ട് ഒരാൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആ നിയ്യത്തിനൊരു കൂലിയുണ്ട്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ നിയ്യത്ത് അവൻ്റെ അമലിനേക്കാളും മെച്ചപ്പെട്ടതാണ്. അത് ശരിക്കും നിയ്യത്ത് വെക്കണം. വെറുതെ കൂലിയിട്ടാൻ വേണ്ടി വെച്ചിട്ട് കാര്യം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് വെക്കുന്നതിനല്ല പറയാം. പിന്നെ വച്ചാൽ കഴിഞ്ഞില്ല എന്ന് കൂട്ടുക, എന്നാലും ആ നിയ്യത്തിൻ്റെ കൂലി വേറിട്ട് തന്നെ കിട്ടും. ചിലപ്പോൾ നേരത്തെ എത്തിയതിൻ്റെ കൂലി അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും. ആ നിയ്യത്തുണ്ടല്ലോ, പിന്നെ അവന് പറ്റാതിരുന്ന വെള്ളിയാഴ്ചയിൽ പ്രഭാതമായാൽ പ്രഥമമായി കൽബിൽ വെക്കേണ്ടത് ഈ ഗ്രാമത്തിൽ ആദ്യമായി പള്ളിയിലെത്തേണ്ടത് ഞാനാണ് എന്നൊരു നിയ്യത്താണ്. രണ്ടാമത്, പോകുന്ന സമയത്ത് എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ടാണ് ഞാൻ പോവുക. കുളിച്ച് വൃത്തിയായി അത്തർ പൂശി ബോഡി വേസ്റ്റൊക്കെ നീക്കി വളരെ ശാന്തസുന്ദരമായും ഭവ്യതയോടെയും ഭക്തിയോടെയുള്ളൊരു വരവുണ്ട്. ആ വരവിൽ ഓരോ കാൽവെപ്പിനും കൊല്ലങ്ങളുടെ ഇബാദത്തിന്റെ കൂലിയാണ്. ഒക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗൗരവത്തിലൂടെ ചെയ്യുമ്പോഴും അലസരായി അശ്രദ്ധരായി ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം സാഹിത്യത്തിൽ പറയാറുണ്ട് അജഗജാന്തരം എന്ന്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ചെയ്തു പോവാ എന്നതിലപ്പുറം ചെയ്യുന്നത് ഉള്ളു തട്ടിയിട്ട് ഗൗരവം മനസ്സിലാക്കി ചെയ്യുക, അത് രണ്ടും രണ്ടാണ്. ഈ പള്ളിയിൽ തന്നെ ഒരുപാട് ആളുകൾ നിസ്കരിക്കാണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതിലൊക്കെ പള്ളികളിൽ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നാം സഫിലായിരിക്കും അല്ലെങ്കിൽ രണ്ടാം സഫിലായിരിക്കും. എല്ലാവരും ചെയ്യുന്ന പണി ഒന്നായിരിക്കും, പക്ഷെ എത്തണ മർത്തവ പലതുമായിരിക്കും. എന്തുകൊണ്ടാ? മനസ്സിന്റെ വ്യത്യാസം. അപ്പൊ അത് മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കണം. ഈ ദുനിയാവിൽ നമുക്ക് ആകെ പേടിക്കാനും സ്നേഹിക്കാനുള്ള അള്ളാനെയാണ്. അകാരണമായ ഭയം അപകടത്തിലെത്തിക്കും. ഭയം പല തരത്തിലുണ്ട്. അകാരണ ഭയമുണ്ട്, കാരണ ഭയമുണ്ട്. അകാരണ ഭയം എന്ന് പറഞ്ഞാൽ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ ഭയവും അകാരണ ഭയമാണ്, കാരണമില്ലാത്ത ഭയമാണ്. അന്യായ ഭയം, ന്യായമില്ലാത്ത ഭയം. ചിലർക്ക് വെറുതെ ഇങ്ങനെ ഓരോ പേടിയുണ്ടാവും. ഒരു പൂച്ചനെ കാണുമ്പോഴേക്ക് പേടിയാണ്. അല്ലെ അവിടെ പാമ്പ് ഉണ്ടാവോ ഉണ്ടാവോ ഉണ്ടാവോ, അല്ലെങ്കിലോ പഠിച്ചവനെ മറ്റന്നാളല്ലോ ഇപ്പൊ പെങ്ങളെ മോന്റെ കുടിക്കൽ തന്നെ ഉണ്ടാകാട്ടോ എന്നുള്ള ഈ കാളിച്ചണ്ടല്ലോ. ഇതൊക്കെ അകാരണമായ ഭയങ്ങളാണ്. അത് യഥാർത്ഥ കാരണ ഭയങ്ങളിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുക്കുന്നതാണ്. യഥാർത്ഥ ഭയമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുമായി ബന്ധപ്പെട്ട ഭയമാണ്. പഠിച്ചവൻ തമ്മിൽ നിൽക്കണല്ലോ, എന്താ കാട്ടുക, അതാണ് ശരിക്കുള്ള ഭയം. ഖുർആൻ പറഞ്ഞ ഭയം അതാണ്. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാന്റെ മഖാമിനെ പേടിച്ചാൽ, ഇച്ഛകളിൽ നിന്ന് മാറിയിരിക്കുകയും ചെയ്താൽ സ്വർഗമാണ് അവന്റെ നാളത്തെ സങ്കേതമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ദുന്യാവ് എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ ഏറ്റനാണ്. അള്ളാഹു തആല പറഞ്ഞ എന്താണ്? ഖുൽ നഹ്ബിതു മിൻഹാ, നിങ്ങളാണ്ട് എല്ലാരും ഇറങ്ങിപ്പോയി. എന്നിട്ട് അള്ളാഹു വേറെ പറഞ്ഞു, فأخرجهما مما كان فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. നിങ്ങളാണ്ട് ഇറങ്ങിപ്പോയിക്കോളി, നിങ്ങൾക്ക് മരിക്കണവരെ ജീവിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്, തിന്നാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ നമ്മളെ കൈമോശം കൊണ്ടാ കുറെ പ്രശ്നങ്ങളും കടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത്. ദുനിയാവ് അള്ളാഹു താല ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യാക്കിയിട്ട് തന്നെയാണ് ദുനിയാവിൽ വെച്ചത്. പിന്നെ ചിലവർക്ക് കിട്ടാത്തതോ ചിലവർ കയ്യിലെടുത്തോ. അള്ളാഹു താല ഒരു പരീക്ഷണത്തിന് എന്ത് ചെയ്തു? എല്ലാവർക്കും ഒരേപോലെയുള്ള ആരോഗ്യം കൊടുത്തില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള പൈസ അങ്ങനെ കൊടുത്ത പരീക്ഷണമില്ലല്ലോ. ചില ആളുകൾക്ക് കുറച്ച്, ചില ആളുകൾ അള്ളാഹു താല രോഗികളാക്കി, ചില ആളുകൾ ആരോഗ്യമുള്ളവരാക്കി. എന്നിട്ട് നോക്കുകയാണ് ഈ ആരോഗ്യമുള്ള ആളുകളുടെ പണി എന്താണ്? രോഗികളെ സന്ദർശിക്കുന്നുണ്ടോ, ശുശ്രൂഷിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, പരിപാലിക്കുന്നുണ്ടോ എന്ന് അള്ള നോക്കുകയാണ്. വലിയ കുറച്ചാളുകളെ രോഗികളാക്കണോ അവശരാക്കണോ അതിന്റെ ആവശ്യമില്ല. ഇത് പരീക്ഷണാലയല്ലേ? പടച്ചവരാൻ സമ്പത്ത് എല്ലാവർക്കും സമാസമായിട്ട് വിധിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. ചില ഫുക്കറായിനല്ല വെച്ചു. എന്നിട്ട് മുതലാളിമാരെ നോക്കുകയാണ് എന്താ അവന്റെ പണി. ഒക്കെ പരീക്ഷണ. സാധനം ഇവിടെ റെഡിയാണ്, സാധനം ഇവിടെ ഉണ്ട്. ചിലർക്ക് ഇത്തിരി കുറച്ചു, ചിലർക്ക് തീരെ കുറച്ചു, ചിലർക്ക് ഒരുപാട് കൊടുത്തു. എന്തിന്? അള്ളാഹു തആല വീതിച്ചപ്പോ ആളെ മാറിയോ എന്നല്ല, അത് അങ്ങനെ തന്നെ അള്ളാഹു കൊടുത്തതാണ്. എന്താണ് അവരെ പണിയെന്ന് നോക്കുക. അതൊക്കെ പരീക്ഷണമാണ്. അല്ലാതെ ദുനിയാവ് ഒരു വിഷയമായിട്ടല്ല. സാധനമൊക്കെ അവിടെ ഉണ്ട്, മൽമൂനത്താണ്. പടച്ചോൻ ഏറ്റ സംഗതിയാണ് ദുനിയാവ്. അതിൽ നമുക്ക് അമിതമായ ബേജാറ് വേണ്ടയില്ല. ആഖിറ അങ്ങനെയല്ല. ആഖിറത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു എല്ലാവരും കൊണ്ട് പോരി ഇവിടെ ഉണ്ട് എന്നല്ല, അങ്ങനെ പറഞ്ഞു. നമ്മളെല്ലാവരും കൊണ്ട് പോരി, ഞാൻ ഇവിടെ സ്വർഗം തയ്യാറാക്കിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ മര്യാദക്ക് പണിയെടുത്ത് പോരുന്ന അതാണ് ആഖിറത്തിനെ കുറിച്ച്. കഴിഞ്ഞു, തീരുമാനം കഴിഞ്ഞു. കയ്യില് വല്ലതേറ്റ് വന്നാൽ കാണും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. ഈ ആയത്തോതിയിട്ട് പൊട്ടിക്കറിഞ്ഞ് ബോധം കെട്ട് വീണു സ്വഹാബാക്കളുണ്ട്. ഈ ആയത്ത് ഖുർആനിലൂടെ അങ്ങനെ ഓതുന്ന സമയത്ത് മഹാനായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ഓതുമ്പോ ഇശാക്ക് ശേഷം മറിച്ച് ഓതാൻ തുടങ്ങി. പൊട്ടിയാണ് കരയാൻ തുടങ്ങി. മുക്കറി കുറെ കാത്തുനിന്നു ഉസ്താദ് എണീറ്റാൽ വാതില് പൂട്ടാൻ, കാരണം അയാൾക്ക് പരി പോണം. പക്ഷെ അബൂ ഹനീഫ കരച്ചിൽ ഊക്കൊണ്ട് പള്ളിയും പരിസരവും വാതിലും മുക്കറിനൊക്കെ മറന്നിക്കണം. കാര്യം തന്നെ ഈ ആയത്ത് കണ്ട കരഞ്ഞ് കരഞ്ഞ് പാതിരാവും കഴിഞ്ഞ് അവസാനം കണ്ണീരൊക്കെ തുടച്ച് ഇങ്ങനെ നീക്കുമ്പോ മുക്രി കരവരാന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം അതിൻ്റെ അടുക്ക് അയാൾ അറിയാതെ അടച്ചു പോയിട്ടുണ്ട്. പാതിരാവ് പിന്നിട്ട് മുക്രി വാതിലടച്ചു പോയിട്ടുണ്ട്. സുബൈക്ക് വന്നപ്പോ വാതിലിങ്ങനെ തുറന്നപ്പോ കരവരാന്ന് കേട്ടു. അപ്പോഴാണ് ഇമാമ് എണീറ്റിട്ട് പിന്നെയും കണ്ണു കൊടുക്കണം. അള്ളാ നിങ്ങളിന്നെ കാത്തിക്കണല്ലേ, സോറി കേട്ടോ, നിങ്ങൾക്ക് പരി പോകാൻ പറ്റിയില്ല ഇന്നലെ, വാതിലെടുക്കാൻ വേണ്ടി ഇന്ന് കാത്തിക്കണല്ലേ, ഞാൻ മറന്നു പോയതാണ്, സോറി. നമുക്കറി അറിഞ്ഞു ഉസ്താദെ വാതിൽ അടക്കാൻ കാത്തിക്കല്ല, പരി പോയിട്ട് ഉറങ്ങി വന്നിട്ട് വാതിൽ തുറക്കാണ്. സുബഹി ആയത് അറിഞ്ഞില്ല എന്നർത്ഥം. കാരണം ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നമുക്ക് ഇന്ന് വരെ അങ്ങനൊന്നുമല്ല. ഒരു മിനിറ്റ് ഒരു പൊടി കണ്ണീര് അള്ളാഹനെ ഓർത്ത് വന്നു. പലതിൻ്റെ പേരിലും വന്നിട്ടുണ്ട്. മോളെ കെട്ടിച്ചേർക്കുമ്പോൾ, മോളെ ഇറങ്ങുമ്പോൾ, മോനെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, മരണം ഉണ്ടാകുമ്പോൾ, ആളുകളൊക്കെ എതിർക്കുന്നത് കേൾക്കുമ്പോൾ, ഒറ്റപ്പെടുകയെന്ന് തോന്നുമ്പോൾ, പരീക്ഷണങ്ങൾ ഒന്നൊന്നായി മേൽക്കുമേൽ വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ആളുകൾക്കിടയിലും കരയാറുണ്ട്, ഒറ്റക്കും കരയാറുണ്ട്. നേരെ മറിച്ച് അല്ലാഹ് നാളെ റബ്ബേ നിന്റെ മുമ്പിൽ നിൽക്കണല്ലോ, നീ തന്ന നിഅമത്തുകൾ ഞാൻ ദുരുപയോഗം ചെയ്തത് നീ കൃത്യമായി അറിയല്ലോ റബ്ബേ, അത് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് കാട്ടുക? ആ ഒരു വെപ്രാളുണ്ടല്ലോ, അതുള്ളവന് പേടില്ലാതെ മരിക്കും. അതുള്ളവൻ പേടില്ലാതെ മരിക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله
ഞങ്ങളുടെ റബ്ബ് അല്ലാ എന്ന് പറയുന്ന ആളുകൾ. അത് പറയാൻ എളുപ്പമാണ്, പിന്നെയുള്ള പണി കുറച്ച് മേത്ത് കുടിക്കുക. പിന്നെ അല്ല പറഞ്ഞ അനുസരിച്ചുകൊണ്ട് സ്റ്റഡിയായി ജീവിക്കുകയും ചെയ്താൽ അതിനാണ് പണിയുള്ളത്, മറ്റേനത്ര പണിയില്ല. എന്നിട്ട് അല്ല പറയുന്ന എന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കൽ മലക്കുകൾ കൂട്ടം കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ച് മരിക്കണം. ഒരു ഹദീസ് കാണാം, നല്ല മനുഷ്യൻ മരിക്കുമ്പോ രാവിലെ തന്നെ അള്ളാഹു താല മലക്കുൽ മൗത്തിനോട് പറയും, അസറായിലെ ഇന്നല്ലേ നമ്മളെ കുഞ്ഞാമാക്ക് മരിക്കണേ, അസറായിലിനോട് കുറച്ച് പറയും, പേരിട്ട് പറയും, നല്ല ഉഷാറായിട്ട് പോന്നിട്ടോ ആളെ പഠിപ്പിക്കരുത്. ഇദ്ഹബ് ഇലാ ഫുലാനിൻ, ഉഷാറായിട്ട് പോകണം. ഫഗ്തിനി ബി റൂഹി ലി ഉരീഹ, അയാളെ റൂഹി മരിപ്പിക്കണമെന്നല്ല അല്ല പറയാ, അയാളെ റൂഹിനെ കണ്ട് പിടിച്ചോണ്ടിരാ, എനിക്കൊന്ന് അയാളെ സന്തോഷിപ്പിക്കണം എന്ന് നല്ല മനുഷ്യനെ റൂഹ് പിടിക്കാൻ മുമ്പ് അസ്രായിലിനോട് പഠിച്ചോൻ പറയുന്ന നബിയുനാ റസൂലുള്ളാഹി. എന്തായിരിക്കും ആ ദിവസമല്ലേ? പെരുന്നാളല്ലേ? മുഅ്മിനീങ്ങളുടെ ഏറ്റവും സന്തോഷ ദിവസം മരണത്തിന്റെ ദിവസമാണ്. ഇപ്പടുത്ത് ഞാൻ ഒരാൾ മരിക്കണ വീഡിയോ തന്നെ ഒരാൾ വിട്ടു. എത്ര കെലിമേന്നാണ് ചെല്ലണമെന്ന് അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിടയ്ക്ക് ഇങ്ങനെ വേദന ഉണ്ടാവേ, അല്ലാന്നും ചൊല്ലുന്നുണ്ട്. പിന്നെ ആർക്ക് എന്തൊക്കെ ചോദിക്കണ്ട, അതിനൊന്നും മറുപടി പറയണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശബ്ദാണ്ട് പോവാണ്, അതാണ് മരണം. അങ്ങനെ തന്നെയാണ് മരിച്ചു. ഇവിടുത്തെ ഒരാൾ വീഡിയോ ഇപ്പോൾ മിന്നാന്നിട്ട് ഒരാൾ വീഡിയോ ഇട്ടു. എപ്പോഴാണെന്നല്ല അറിയാത്തുള്ളൂ, പോക്കുണ്ടെന്ന് ഉറപ്പല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, ജുമുഅ സൂറത്തിൽ അള്ളാഹു ജുമുഅക്ക് നേരത്തെ വരണം എന്ന് അറിയിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞത് മരണത്തിന്റെ കാര്യമാണ്. കാരണം ജുമുഅക്ക് നേരത്തെ വരണമെങ്കിൽ മരിക്കണം എന്ന് ബോധം ഉണ്ടാവണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ മരണത്തിൽ നിന്ന് എത്ര കുതിരി ഓടാൻ ശ്രമിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറയുന്നത്. കാരണം എന്താ? ജുമുഅക്ക് നേരത്തെ വരണമെങ്കിൽ, സൂറത്തുൽ കഹ്ഫ് ഓതണമെങ്കിൽ, സ്വലാത്ത് അധികരിപ്പിക്കണമെങ്കിൽ, പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് നിയത്തോടെ ഇരിക്കണമെങ്കിൽ നാളെ മരിക്കണമല്ലോ എന്നുള്ള ചിന്ത ഉള്ളിക്ക് തട്ടണം. അപ്പോഴേ പണിയൊക്കെ എടുക്കുള്ളൂ, അല്ലാത്ത കൊടുക്കൂല. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. അതുകൊണ്ട് ദീർഘമായി ഞാൻ പറയുന്നില്ല. അള്ളാഹുവിൽ മുറിഞ്ഞു വീഴാൻ നമുക്ക് കഴിയണം. വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപശാലിയും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് ഖുർആൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ എന്ന് ഖുർആൻ. തവക്കുൽ വലിയ അത്ഭുതമല്ലേ? ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു വിഭാഗത്തിന് ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിലൊരു ഹദീത്താണ് പറഞ്ഞു കൊടുത്തത് തവക്കുലിനെ കുറിച്ച്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീത്താണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 6 സൗറിലാകുമ്പോ, ഞങ്ങൾ അവിടെ രണ്ടാളല്ലേ ഉള്ളു, വേറെ ആരാളുള്ളത്? കുന്നാ ഫിൽ ഗാർ, ഞങ്ങൾ 6-ലാകുമ്പോ ശത്രുക്കളെ എരച്ചിങ്ങനെ കയറുന്നു ഞാൻ കാണുകയാണ്. 100 ആൾക്കാരെ കയ്യില് കുന്തം വാളും ഉള്ളത്. അവര് 100 ആളുകളും മലമുകളിലൂടെ ചവിട്ടടി ഞങ്ങളെ ഗുഹന്റെ അടുത്തേക്ക് ഇങ്ങനെ വരാ. ഈ 2 ആൾ അതിന്റെ ഉള്ളിൽ ഒളിക്കാൻ കാരണം ഈ 100 ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അവരിങ്ങനെ ഗുഹയെ കണ്ട് വളയാണ്. ആ സമയത്ത് പുന്നാര മുസ്തഫ നബി സിദ്ദീഖിനവരുടെ മടിത്തട്ടി കിടക്കുകയാണ്. സിദ്ദീഖിനവര് അബൂജാഹിൽ ഉത്തുബത്ത് ശൈബത്തിന്റെ ഒക്കെ വാളും കാലും ഒന്നടങ്കം കാണുക. എന്തായിരിക്കും ആ രംഗം? അവ സിദ്ദീഖിനവര് പറയാണ്, ഞാൻ മെല്ലെ തല താഴ്ത്തിയിട്ട് മുത്തുനബിന്റെ ചവിട്ടില് ചോദിച്ചു, മുത്തുനബിയെ ലൗ റഫഅ ഖദമ, അതിൽ ഒരാള് കാലൊന്നും കൊണ്ട് പൊന്തിച്ചാൽ റആന, നമ്മൾ കാണുമല്ലോ നബിയെ. സിദ്ദീഖിനവരെ പേടി എന്താ അറിയോ? മുത്തുനബിന്റെ കാര്യത്തിൽ അവരെ കുറിച്ച് അവർക്കൊരു പേടിയില്ല. സുറാഖത്ത് ഈ പോക്കിൽ അവർ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടിയിട്ട് 100 ഒട്ടകം ഇനാമം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്ത് പിരാന്തളകി ഓടിയ ആളാണ്. 100 ഒട്ടകം അതിന് മുഹമ്മദിന്റെ തല കിട്ടണം, അത് കിട്ടാൻ വേണ്ടി ഓടിയാണ് സുറാഖ. അദ്ദേഹം പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് അയാള് പറയാണ്, ഞാൻ അങ്ങനെ ദൂരെ നിന്ന് 2 ആളെ കണ്ടു, അതിൽ ഒരാള് നേരെ നോക്കണില്ല, അയാളെ മുഖം ഇങ്ങനെ കറങ്ങുകയാണ്, അയാൾ ആകെ ടെൻഷനിലുമാണ്. അത് അബൂബക്കർ സിദ്ദീഖാണ്. എന്താ മുഖം ഇങ്ങനെ കറങ്ങണത്? അവിടുന്ന് ഇവിടുന്ന് മറ്റോടൊന്നൊക്കെ ആരെങ്കിലും വരണുണ്ടോ നോക്കണം. പോകുമ്പോഴേ മുത്തുനബിന്റെ തടി കാക്കാൻ. ആ സിദ്ദീഖിനവര് ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് ഭീതിയുടെ മുൾമുനയിൽ ചോദിക്കുകയാണ് മുത്തുനബിനെ ഓർത്തുകൊണ്ട്, എങ്ങാനും നോക്കിയാൽ റാന നമ്മളെ കാണുമല്ലോ മുത്തുനബിയെ. ആ സമയത്തെ
ഭീതിയുടെ അടയാളം അശേഷം പ്രകടമാവാതെ പുഞ്ചിരി തൂകി പേടിച്ച് വിറച്ച് തന്റെ കാര്യത്തിൽ അപകടപ്പെടുമോ എന്ന ഭീതിയിൽ മുത്തുനബിയെ അവരൊന്ന് നോക്കി നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂൽ പ്രതികരിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. യാ അബാ ബക്കർ മാ ലന്നുക ബിൽ ഇസ്നൈനി വല്ലാഹു സാലിസുഹുമാ. ഈ രണ്ടാളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കണ അബൂബക്കറെ? ആ രണ്ടാളെ കൂടെ പടച്ചോൻ മൂന്നാമതായി ഉണ്ടാകുമ്പോ നീ എന്താ ഇപ്പൊ വിചാരിക്കണത് അബൂബക്കറെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് നേതാവാണെങ്കിലും പതർന്ന സമയം കണ്ടോ വരണ്ടോ അങ്ങനെയല്ലേ പറയാ, അങ്ങനെയല്ലേ പറയാ. അല്ലെങ്കിൽ നമുക്ക് കണ്ടാ കൂടി ഒപ്പം മരിക്കട്ടോ, അങ്ങനെയല്ലേ പറയാ. എന്താണ് ആ വർത്താനൊക്കെ? അള്ളാഹു താല മൂന്നാമത് കൂടെ ഉണ്ടാവുമ്പോ, അള്ളാന്റെ അറിവും സഹായമൊക്കെ ഉണ്ടാവുമ്പോ, അങ്ങനത്തെ രണ്ടാള് കുടുങ്ങിക്കിടക്കുമ്പോ എന്താ കരുതാ അബൂബക്കറെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാ അള്ളാഹു താല അവരവിടെ സഹായിച്ചത് ബോംബോ സ്കഡ് ഇറക്കിയിട്ട. അള്ളാഹ് അങ്ങനെ ചെലന്തി വല മാടപ്രാവുകൾ ഈ രണ്ടെണ്ണം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 100 ആളുകളുടെ വാൾമുനയിൽ നിന്ന് ഈ രണ്ടാളെ രക്ഷപ്പെടുത്തിയത്. അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ അത് മതി. അവിടെ ലോജിക്കലില്ല. അവിടെ എന്ത് ലോജിക്കാനുള്ളത്? ചെലന്തി കൊണ്ട് ആർക്കെങ്കിലും 100 ആളെ തൊട്ട് രക്ഷ കൊടുക്കാൻ പറ്റും? എല്ലായിടത്തും അത് പറ്റില്ല. എന്നാലും ഞാൻ വേറെ സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നെ കുറെ ആൾക്കാർ വിളിച്ചു, നല്ലൊരു ചിന്തയായിട്ടുണ്ട് തുറന്നു നിന്ന്. കാരണം അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കലാണ് വഹീന്റെ ബുദ്ധി. അല്ലാത്തൊക്കെ തെറിച്ചു പോലെ. മൂസ അലൈഹി സ്വലാമിന്റെ കാര്യങ്ങളും ചിന്തിച്ചൊക്കെ വലിയ രസമല്ലേ. കാരണം ഒരു ആൺകുട്ടി കരഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് പട്ടാളക്കാർ കൊല്ലുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കരച്ചിലും അവർക്ക് തിരിച്ചറിയും. ആൺകുട്ടി കരഞ്ഞാൽ പട്ടാളക്കാർ കയറിയിട്ട് കൊല്ലുകയാണ്. കാരണം എന്താ, അങ്ങനെ ഒരു കുട്ടി വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് പിറക്കുന്ന കുട്ടികൾ ആൺകുട്ടികളെ മുഴുവനും കൊല്ലണം എന്ന് ഫിർഔൻ കൽപ്പന പുറപ്പെടുവിച്ചാണ്. പട്ടാൾക്കാർ നടക്കുകയാണ്. ഒരു കുട്ടിനെ കരച്ചിലേട്ടാൽ ആ പോരി കണ്ടല്ലോ കഴുത്താണ്ട് വിട്ടു. സത്യത്തിൽ പാമ്പാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടുകൂടി പ്രതികരിക്കുന്ന എപ്പോഴാണ്? കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മളൊരു പട്ടീൻ്റെ അടുത്തേക്ക് മക്കളായിട്ടിരിക്കുമ്പോൾ വെറുതെ പോയാക്കാണി കടിയിൽ ആസിമാണ്. എന്തിനാ പട്ടി അടിച്ചത്? കുട്ടികളെ കാക്കാനാണ്. നമ്മളോടുള്ള ദേഷ്യമല്ലേ. ഞാൻ മൈസൂർ കാട്ടിലൂടെ ഒക്കെ വാതിനാ പോകുന്ന സമയത്തൊക്കെ എന്നോട് ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു തരും, ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു തരും, ഉസ്താദേ കുട്ടികളേറ്റ ആന വരണണ്ട, നോക്കാനേ നിൽക്കണ്ട. കാരണം നമ്മൾ നോക്കുമ്പോഴേക്ക് ആന ഓടി വന്നിട്ട് കശാപ്പ് ചെയ്യും. എന്തുകൊണ്ട്? ആനക്ക് പേടി കുട്ടികളെ തട്ടുമെന്ന്. അങ്ങനെ ആകുമ്പോൾ ഒരു മാതാപിതാക്കൾ മനുഷ്യന്മാരാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യമില്ലെങ്കിലും ശക്തമായി പ്രതിഷേധിക്കുന്നത് മക്കളുണ്ടാകുമ്പോഴാണ്. പക്ഷെ ഫിർഔന്റെ പട്ടാളം വന്നിട്ട് ആൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ കൊല്ലുന്ന സമയത്ത് വാപ്പിയമ്മയും മുണ്ടൂല. എന്തുകൊണ്ട്? പ്രതികരണ ശേഷി പോലും ഫിർഔൻ നഷ്ടപ്പെടുത്തിയിരുന്നു. മൂസാ നബി കരഞ്ഞു. ചെറിയ കുട്ടിയാണ്, കരഞ്ഞു. ഒരു വലിയാണ്. കാരണം പട്ടാളക്കാരിപ്പോ വരും. അതിൽ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാഹു തആല അത് എന്തേ ഒരു ഉമ്മാനോട് പാൽ കൊടുക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. ഉമ്മാനോട് വൈദ് ഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി, കുട്ടിക്ക് പാൽ കൊടുത്തോ. ഒരു ഉമ്മാനോട് മോൻക്ക് പാൽ കൊടുക്കാൻ അല്ലാഹു പറയണം, ഖുർആൻ പറയണം. അല്ലാഹു തആല പറയണ കുട്ടിക്ക് പാൽ കൊടുക്കാൻ മറക്കണ്ട, കൊടുത്തേക്ക്. കാരണം പാല് കൊടുക്കാൻ പോലും മറന്നു പേടിച്ചിട്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ ഭൗതിക ബുദ്ധി കൊണ്ട് ആരെ ചിന്തിച്ചാലും മനസ്സിലാവാത്ത വർത്താനാണ്. ഫൈദാ ഖിഫ്തി അലൈഹി, കുട്ടി തട്ടിപ്പോകുന്ന എനിക്ക് പേടി ഉണ്ടെങ്കിൽ ഫൽഖിഹി ഫിൽ യമ്മി, നീ പെട്ടിയിൽ അടച്ചിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ടാൽ മതി. എന്നാ പേടിയുങ്ങോ? അവിടെ എന്ത് ലോജിക്കാണുള്ളത്? ഇന്നത്തെ യുക്തിവാദികളെങ്ങാനും അന്ന് മൂസാ നബിന്റെ കാലത്തുണ്ടെങ്കിൽ ഉമ്മാനോട് ഒരു പിരാന്തിന് നിൽക്കണം. കൊല്ലാൻ നിൽക്കണ ഒരാളെടുത്തേക്ക് മോനെ പറഞ്ഞയക്കുകയാണെങ്കിൽ അവിടെ എത്തുന്നവരെ ധൈര്യമാണ്. കാരണം അവിടുന്നല്ലേ കൊല്ലുള്ളൂ. ഇതങ്ങനല്ലല്ലോ. കുട്ടിനിട്ട് പെട്ടിയിലാക്കിയാൽ പേടി, മരിക്കും, ശ്വാസം മുട്ടി മരിക്കും. അപ്പെട്ടി കൊണ്ടായിട്ട് എമ്മ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള പുഴക്കാ പറയാം. എമ്മ് അൽഖൈഹി ഫിൽ യമ്മി, ആഴത്തിലുള്ള പുഴയിൽ കൊണ്ടുപോയിട്ടാളെ പേടി കൂടൂലേ. ചെറിയ പൈതലിനെ പെട്ടിയിലിട്ട് പൂട്ടിയിട്ട് ആഴത്തിലുള്ള പുഴയിൽ കൊണ്ടുപോയിടില്ല, പേടിച്ചാൽ. 2 പേടി അവിടെ വന്നു. ഇനി 3ാമത്തെ പേടി എന്താണ്? ഇനി എങ്ങനെങ്കിലും പുഴ ദിശ മാറി ഒഴുകിയിട്ട് അക്കരെ എത്തി അത്ഭുതം ഉണ്ടെങ്കിൽ കുട്ടി മരിച്ചില്ലെങ്കിൽ കിട്ടും. ഇത് അതുമല്ല, ഈ പെട്ടി നേരെ ഒഴുകുന്നത് ഫിർഔന്റെ കൊട്ടാരം തട്ടി പോണ സ്ഥലത്തേക്കാണ്. അപ്പൊ അർക്കണ ആളെടുത്തേക്കാണ് പെട്ടി പോണത് ആഴത്തിലുള്ള പുഴയില്. അതിലുള്ളത് പൈതല്.
ഇത് അള്ളാഹ് പറഞ്ഞ പേടിനെ അങ്ങനെ ചെയ്താൽ മതിയെന്ന്. പേടി പോയി അവിടെ ലോജിക്കലല്ല, പടച്ചോൻ പറഞ്ഞ സ്വീകരിക്കലാണ് ഈമാൻ. ഈമാന്റെ ഒരു ലോജിക്കൽ അതാണ് അവിടെ. അതുകൊണ്ടല്ലേ മൂസാ അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടത്. പിന്നെ എന്തായി? പിറക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്ന് കശാപ്പ് ചെയ്യുന്ന നാട്ടില് മൂസാ അലൈഹി ഇസ്ലാം രാജകുമാരനെ പോലെയല്ലേ ജീവിച്ചത്. അള്ളാന്റെ പണി നോക്കി അള്ളാഹ് പറഞ്ഞു കേട്ടു. ഫിറൗന്റെ കൊട്ടാരത്തിലല്ലേ പിന്നെ കഴിയുന്നൊക്കെ. ആസിയാബി പറഞ്ഞു നല്ല കുട്ടിയാ കൊല്ലണ്ട, നമുക്ക് എടുക്കാറുണ്ട്. ആസിയാബിന് നേരത്തെ ഭയങ്കര സ്നേഹമാണ് ഫിറൗന്. മൂസാ നബി ഫിറൗന്റെ മടിയിലല്ലേ വളർന്നത്. പാലെടുക്കാൻ എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് കുട്ടി കരുമ്പോ പാലെടുത്താലും കുട്ടി കുടിക്കൂല. കാരണം വഹറംന അലൈഹിൽ മറാദിയ. യഥാർത്ഥ ഉമ്മാനെ വരുത്തിയില്ലേ. ആ ഉമ്മയും മോനും ചെറിയ കൂരയിലാ, കാറ്റടിച്ച പൊളിഞ്ഞു പോകുന്ന പൊരയിലാണ് കഴിഞ്ഞിരുന്നത്. തിന്നാൻ വക ഉണ്ടായിരുന്നില്ല. ഓല് പിന്നെ എവിടെ കഴിഞ്ഞത്? രാജാവിന്റെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെയും രാജകുമാരിയെ പോലെയും. ഓരോ മുറുക്ക് പാലിനും അള്ളാഹു തആല പൈസ കൊടുപ്പിച്ചില്ലേ? കൊടുക്ക് പൈസ. ഇത് ഉമ്മാക്കെ ഓരോ മുറുക്ക് പാലിനും അള്ളാഹു തആല പൈസ കൊടുപ്പിച്ചു. കൊടുക്ക് പൈസ. ആർക്ക്? ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് 70,000 കുട്ടികളെ കൊന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് 70,000 കുട്ടികളെ അറുത്തത്. പക്ഷെ യഥാർത്ഥ കുട്ടി കാതകന്റെ മടിയിൽ വളരുക. വതവക്കൽ അലൽ അസീസിർ റഹീം. ആ പടച്ചോനോട് കൃത്യമായി മനസ്സ് തുറന്ന് ബന്ധപ്പെടാനുള്ള അസുലഭ മുഹൂർത്തമാണ് വെള്ളിയാഴ്ച. നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നേരത്തെ ഇത് ഒന്നും കണ്ട് മനസ്സ് വെച്ചാൽ അല്ല നമ്മളെ കൂടെ ഉണ്ടാവും. പടച്ചോനെ ഇത് വെള്ളിയാഴ്ചയാണല്ലോ, ഞാൻ പോട്ടെ. റബ്ബ് എത്ര അടുത്തിട്ടുണ്ടാവുന്നവരും. അള്ളഹാനോട് ഒരു അടി എടുത്ത അല്ല ഒരു മുഴം കെട്ട അള്ളാഹിലേക്കാണ് നടന്ന അല്ല കൊണ്ട് ഓടി വരുന്നില്ല. ആലങ്കാരിക ഭാഷയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അല്ല റെഡിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ വന്നതും ഇരുന്നതും പറഞ്ഞതും കേട്ടതും നീ ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ അഹബ്ബായ അക്രമായ ആളമായ അൻവറായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റേ അമ്പിയാക്കൾ, മുർസലിങ്ങൾ, അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, ആലി, അഹ്ലു ബൈത്ത്, നിന്റെ ഖവാസായി ലോകത്തിന്റെ അഷ്ടദിക്കിൽ ബർസഖി വിശ്രമത്തിൽ കഴിയുന്ന എല്ലാ മഹാന്മാർ മഹദികൾക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഗുരുവര്യന്മാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളെ കൂടെ പഠിച്ചവർ പലരും ഖബറിലാണ്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ദിവസം നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിലേക്ക്, ജന്നത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അടുത്തെങ്ങാനും ഞങ്ങളുടെ മരണന്റെ ഖളായിലുണ്ടെങ്കിൽ അതൊന്ന് നീട്ടിത്തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് മുഴുവനും ഖിദ്മത്തിലും ദഅവത്തിലും സമർപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുത്തുകൊണ്ട് ആയുസ്സിനുള്ളിൽ ചെയ്യാവുന്ന ബാധ്യതകളും സേവനങ്ങളും ചെയ്തു പൂർത്തിയാക്കി അവസാനം നല്ല സമയത്ത് ചിരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്ത്, സന്താനങ്ങൾ, ആരോഗ്യം, കുടുംബം, ജീവിതം നീ നന്നാക്കി തരണേ അല്ലാ, ബർക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈബാക്കല്ല അല്ലാ, നാണം കെടുത്തല്ല അല്ലാ, മാനം കെടുത്തല്ല അല്ലാ, അപമാനിതരാക്കല്ല അല്ലാ, കുടുസാക്കല്ല അല്ലാ, ഇരുട്ടാക്കല്ല അല്ലാ. അല്ലാഹുവേ ദരിദ്രരാക്കല്ല അല്ലാ. ഇക്കാലത്ത് ദരിദ്രരായാൽ ഈമാൻ തന്നെയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ നീ ദരിദ്രരാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കടങ്ങളും വിടാനുള്ള, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള, മറ്റുള്ളവരെ സഹായിക്കാനുള്ള, സന്തോഷിപ്പിക്കാനുള്ള, നല്ല സംരംഭങ്ങളിൽ സമർപ്പിക്കാനുള്ള ഹലാലായ പണം നൽകണേ അല്ലാ. ഹറാമായ പണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സദസ്സിൽ കച്ചവടക്കാരുണ്ട്, പഠിതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, യാത്രക്കാരുണ്ട്, പ്രവാസികളുണ്ട്. അല്ലാഹുവേ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, പഠനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അധ്യാപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ, യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാ, കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഈമാനിന്റെ നിർഭയത്വം നൽകണേ അല്ലാ, ശത്രുക്കളിൽ രക്ഷപ്പെടുത്തണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഖിയാമത്തിന്റെ ബലാകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ലോകം ഞങ്ങൾക്ക് സമാധാനപൂർണമായി ഈമാനോടെ ജീവിച്ച് തീർക്കാനുള്ള ലോകമാക്കണേ അല്ലാ. മരണയാത്ര സന്തോഷദായകമാക്കണേ അല്ലാ. ഖബർ വിശ്രമത്തിന്റെ താവളമാക്കി തരണേ അല്ലാ. നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. കാണാത്ത മുത്ത് മുസ്തഫായ കണ്ടുകൊണ്ട് നിന്റെ ലിഖായിൽ ആറാടാൻ തൗഫീഖ് താ അല്ലാ. ഈ ഇരുത്തം, ഈ പറച്ചിൽ, ഈ വരവ്, ഈ കേൾക്കൽ അതിനുള്ള കാരണങ്ങളായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على